നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സീമാജി നായരെ നമുക്കറിയാം. അവരുടെ പൊതുപ്രവർത്തന രീതിയും മറ്റുള്ളവർക്ക് അവർ നൽകുന്ന സഹായങ്ങളുമൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ചാരിറ്റി വാക്കിലല്ല പ്രവൃത്തിയാണ് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച സീമാജി നായർ ഏതു വിഷയത്തിലും തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാനുള്ള നട്ടെല്ല്, അതാണ് പലപ്പോഴും സീമയെ വ്യത്യസ്തയാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യ ഗർഭക്കേസ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സീമാജി നായർ തൻ്റെ നിലപാട് വ്യക്തമാക്കി. അതാവട്ടെ രാഹുലിനെതിരെ കല്ലെറിയുന്നവർക്ക് നേരെയുള്ള പരിഹാസമായിരുന്നു. ഇപ്പോൾ രണ്ടാം വട്ടം വീണ്ടും അത്തരം ഗർഭക്കേസുകളുമായി ചിലർ രംഗത്തെത്തിയപ്പോൾ അവരിൽ ചിലർ സീമാജി നായരെ ഒന്ന് തോണ്ടുകയല്ല, അക്ഷരാർത്ഥത്തിൽ സൈബർ ആക്രമണമാണ് അവർക്കെതിരെ നടന്നത്. PP ദിവ്യയെ പോലെയുള്ള CPM നേതാക്കളും സീമാജി നായരെ ആക്രമിക്കാനെത്തി. പക്ഷേ PP ദിവ്യയ്ക്ക് അറിയില്ലല്ലോ സിംഹമടയിലാണ് കൈയിട്ടിരിക്കുന്നതെന്ന്. PP ദിവ്യയെ വലിച്ചു കീറി എയറിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു സീമാജി നായർ. ദിവ്യ കണ്ടം വഴിയോടി. സീമാജി നായർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിൽ എല്ലാറ്റിനും മറുപടിയുണ്ട്. ദിവ്യ ഇനി നാക്കുയർത്തില്ല. സീമാജി നായരുടെ ഗർഭകാലം ചോദിച്ചുകൊണ്ട് ഒരുത്തൻ കമൻറ്റ് ബോക്സിലെത്തിയിരുന്നു. അവൻ്റെ ഗർഭം ചുമക്കാൻ ഒരുത്തനെ വേണമത്രേ. അവനോട് പച്ചയ്ക്കങ്ങ് മറുപടി കൊടുത്തു സീമ. നീ നിൻ്റെ വീട്ടിലുള്ള ആരെയെങ്കിലും ആ സാധനം ഒന്ന് ഏൽപ്പിക്ക്. തൽക്കാലം ഞാൻ രാഹുലിൻ്റെ ഗർഭം ഒന്ന് കൊണ്ടുപോകട്ടെ. തനിക്ക് കോൺഗ്രസ് അംഗത്വമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് വ്യക്തിപരമായി തനിക്ക് യാതൊരു നേട്ടവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുവെന്ന് അവർ തുറന്നു പറയുന്നു. ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലെത്തി സീമാജി നായർ പലതും വെട്ടിത്തുറന്ന് പച്ചയ്ക്കങ്ങ് പറഞ്ഞു. രാഹുൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് രണ്ട് ഭാഗത്തുള്ളവരുടെയും എല്ലാ ഭാഗങ്ങളും കേട്ടിട്ടായിരിക്കണം. രണ്ട് പെൺകുട്ടികളെ അനാഥമാക്കിയവരാണ് ഇന്ന് തനിക്കെതിരെ വരുന്നത്. ഗോവിന്ദച്ചാമിമാരുടെ പകരക്കാരാണ് എന്നവർ പറയുന്നു. നവീൻ ബാബു സാറിൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്ത്രീ കയറി വരുമ്പോൾ അദ്ദേഹം ചിരിച്ച മുഖത്തോടെ അവരെ സ്വീകരിക്കുന്നു. അതിനുശേഷം ഇവർ നടത്തിയ പ്രസംഗത്തിന് ശേഷം ആ മുഖം മാറുന്നതും കാണാം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ആ മുഖം മാറുന്നില്ല. അപ്പോൾ വാക്കുകളിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ മുഖം വച്ച് പോസ്റ്റ് ഇടുന്നു. ഇത്ര വിഷയദാരിദ്ര്യമോ? PP ദിവ്യയ്ക്ക് ഇത്ര വിഷയദാരിദ്ര്യമോ? അതും ഇത്രയും നിസ്സാരമായ കേസിനൊക്കെ. സഖാക്കന്മാരൊക്കെ ഒരുമിച്ചാണ് വന്ന സൈബർ അറ്റാക്ക്. ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ വന്ന് പറഞ്ഞ വൃത്തികേടുകൾ ഇവിടെ പറയാൻ പറ്റില്ല. പ്രൊഫൈൽ പിക്ചറിൽ കൊച്ചുമക്കളുടെ പടവും. ആറ്റിങ്ങലിലെ ഒരു സ്ത്രീ പറഞ്ഞത് ഞാനൊരു നശിച്ച ജന്മമാണ്, രാക്ഷസി എന്നൊക്കെ. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ആരുടെ മുന്നിലും അടിയറ വയ്ക്കില്ല. കേട്ടുമടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ലൈവുമായി ഞാൻ രംഗത്ത് വരുന്നത്. രാഹുലിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. എന്നാൽ രാഹുൽ ഇങ്ങനെ ചെയ്തു എന്നതിന് തെളിവുകളുമില്ല. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗഹൃദമായി അതിനേത് കോടതി ശിക്ഷിക്കും? ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ രണ്ട് വശത്തു നിന്നും കേൾക്കണം. എന്താണിതിലെ യഥാർത്ഥ വിഷയമെന്നത് നമുക്കാർക്കും അറിയില്ല. അതിൻ്റെ സത്യാവസ്ഥയാണ് കണ്ടെത്തേണ്ടത്. ആർക്ക് ബാധയിളകിയാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്നതാണ് തൻ്റെ അവസ്ഥ. കോഴിയുടെ കഴുത്താണ് കണ്ടിക്കാൻ വരുന്നത്. ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് ഈ സൈബർ അറ്റാക്ക്. സൈബർ സഖാക്കന്മാർ ഓരോ ഭാഗമായി തിരിഞ്ഞ് എന്നെ ആക്രമിക്കുന്നു. എനിക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ ഇട്ട് രസിക്കുന്നത്. അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത രീതിയിലുള്ള ചീത്തവിളികൾ ഇവർ നടത്തുന്നു. ജാതിയോ മതമോ നോക്കി ഞാൻ ആരെയും സഹായിച്ചിട്ടില്ല. ഒരഭിപ്രായം നമ്മൾ പറയുന്നു, അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ വളച്ചൊടിച്ച് 1000 പോസ്റ്റുകളായി വന്നു. അതിന് താഴെ മത്സരിച്ച് ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കും എന്ന് കരുതണ്ട. ഈ ഗർഭം എന്നുള്ള വാക്കല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? രാഹുൽ പൈസ തന്നിട്ടാണ് സീമാജി നായർ ഇതൊക്കെ തട്ടിവിടുന്നത് എന്ന് ചിലർ പറയുന്നു. ഞാനൊരു ഗർഭമുണ്ടാക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്ന് വേറൊരുത്തൻ ചോദിച്ചു വന്നിട്ടുണ്ട്. ഇവനോടൊക്കെ എന്ത് മറുപടി പറയാൻ? ഇതൊരു ലൈവായി പോയി കട്ടിയുള്ള വാക്കുകളൊന്നും പറയുന്നില്ല. പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ. ഞാൻ തൽക്കാലം രാഹുലിൻ്റെ ഗർഭം ഒന്ന് കൊണ്ടുപോകട്ടെ. നിന്റെ വീട്ടിലുള്ളവരോട് പറ നീ ഉണ്ടാക്കിയതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ ഗർഭകാലം എങ്ങനെയായിരുന്നുവെന്ന് ചോദിച്ചവനോട് ആദ്യം നിന്റെ അമ്മയോട് ചോദിക്ക്.
എങ്ങനെയായിരുന്നുവെന്ന്. അവർ പറഞ്ഞു തരും. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല കട്ടയ്ക്കുള്ള മറുപടിയാണ് എന്തായാലും സീമാജി നായർ തൻ്റെ വിമർശകർക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. ഇനി ഒരൊറ്റ PP ദിവ്യയും വാലുപൊക്കില്ല, അമ്മാതിരി അടി. സിനിമയും സീരിയലും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രശസ്തി നേടുകയാണ് സീമാജി നായരുടെ ലക്ഷ്യമെന്ന് കുറേ പേർ പറയുന്നുണ്ട്. 1984 ജൂൺ 4-ാം തീയതി എൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തു. സിനിമയിൽ വന്നിട്ട് 41 വർഷം. ഏകദേശം 175 സിനിമകൾ ചെയ്തു, 350-ലേറെ സീരിയലുകൾ, 4000 വേദികളിൽ നാടകം അവതരിപ്പിച്ചു. ഹ്രസ്വചിത്രങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇവരൊന്നും എൻ്റെ സിനിമ കാണാതിരിക്കുന്നത് എൻ്റെ കുഴപ്പമാണോ? എനിക്ക് ജീവിച്ചു പോകാനുള്ള വർക്ക് ഇപ്പോഴും എനിക്കുണ്ട്. അഭിനയിച്ച കാലം മുതൽ ഇവിടെ ഒരു സൂപ്പർ നടിയായി ജീവിക്കാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടുമില്ല. സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ നാടകം. ഇനി അതൊന്നുമല്ലെങ്കിൽ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ ജീവിക്കും. വയനാട് ഫണ്ട് മുക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നവരുണ്ട്. കട്ടവർക്കും കട്ടുമുടിച്ചവർക്കും കൈയിട്ട് വാരിയവർക്കുമൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു. കോൺഗ്രസിലെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുകയാണെന്ന് പറയുന്നു. എനിക്ക് കോൺഗ്രസ് അംഗത്വം പോലുമില്ല. ഒരു ദിവസം മുമ്പ് സീമാജി നായർ തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചിരുന്നു. അതേ തുടർന്നാണ് PP ദിവ്യ അടക്കമുള്ള വെട്ടുക്കിളികൾ ഇറങ്ങി സീമാജി നായർക്കെതിരെ ആക്രമണം തൊടുത്തത്. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങി. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവുമധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. തീക്കുട്ടി പറയുന്ന എൻ്റെ സമയമായി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ പറഞ്ഞില്ല. പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ. ഞാൻ രാഹുലിന് വേണ്ടി 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ഈ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിൽ എൻ്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുമുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും, തേനീച്ചക്കൂട് ഇളകിയതുപോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്നൊരു തീക്കുട്ടിയും കരുതേണ്ട. അതുതന്നെയാണ് സീമാജി നായർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.